വെൽക്കം ചിൽഡ്രൻ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഏതാ? ഹാലോജൻ 17th ഗ്രൂപ്പ് അല്ലേ? ഏതൊക്കെയാ 17th ഗ്രൂപ്പിലെ എലമെന്റ്സ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോജൻസ്. ഹാലോജൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഹാലോജൻസ് എത്രാമത്തെ ഗ്രൂപ്പിലെയാ? 17. 17ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഗ്രൂപ്പ് നമ്പർ -10 = 7 ഇലക്ട്രോൺസ് അല്ലെ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസും കൂടി വേണം? ഒരു ഇലക്ട്രോണും കൂടെ. അതുകൊണ്ട് ഹാലോജൻസ് എല്ലാം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ? എന്തോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുവാണെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെയാണോ സ്വീകരിക്കുന്നത് അത്രയും നെഗറ്റീവ് ചാർജ്, എത്ര ഇലക്ട്രോണിനെയാണോ ലൂസ് ചെയ്യുന്നത് അത്രയും പോസിറ്റീവ് ചാർജ്. ഹാലോജൻസിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ? -1 അല്ലെ? അതുപോലെ ക്ലോറിൻ, ഫോർ എക്സാമ്പിൾ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴോ 1s2 2s2 2p6 3s2 3p5 അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ വാലൻസ് ഷെല്ലിലെ കോൺഫിഗറേഷൻ മാത്രം എഴുതുക. 3sൽ 2 ഇലക്ട്രോൺ, 3pയിലോ 3pയിൽ 5 ഇലക്ട്രോൺ, 1 2 3 4 5 അല്ലെ? ഇനി വാലൻസ് ഷെല്ലിലെ ഡി ഓർബിറ്റൽ വേക്കന്റ് ആണ്. ഡി സബ് ഷെല്ലിൽ 5 ഓർബിറ്റൽ, 1 2 3 4 5. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കേസിൽ ഒരു ഇലക്ട്രോണിനെ കൂടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ പെയർ ചെയ്യാൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുവാണ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേണമെങ്കിൽ ഈ ഒരു പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കാം. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ആയി? 3. അപ്പം ആ 3 ഇലക്ട്രോൺ ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നുള്ളെങ്കിൽ +1 +3 കാണിക്കാം. അതുപോലെ ഈ ഒരു പെയർഡ് ഇലക്ട്രോണിനെ കൂടി ഇങ്ങോട്ടാക്കുക. അപ്പൊ 5 അൺപെയർഡ് ഇലക്ട്രോൺ ആയി. ആ അൺപെയർഡ് ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുവാണെങ്കിൽ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവും. 1 2 3 4 5. ഈ ഇലക്ട്രോണിനെ കൂടെ ഇങ്ങോട്ട് അൺപെയർഡ് ആക്കുവാണെങ്കിലോ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ആയി? 1 2 3 4 5 6 7 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പൊ 7 ഇലക്ട്രോണിനെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ലൂസ് ചെയ്യുവാണെങ്കിൽ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ക്ലോറിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിച്ചത്? കാരണം വാലൻസ് ഷെല്ലിലെ വേക്കന്റ് ഡി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തതുകൊണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഫ്ലൂറിൻ എത്രാമത്തെ പീരീഡിലാ? നമുക്കറിയാം ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജനും ഹീലിയവും ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ പീരീഡിലാണ്, പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ മതി, രണ്ടാമത്തെ പീരീഡിലാണ് ഫ്ലൂറിൻ. രണ്ടാമത്തെ പീരീഡിലെ എലമെന്റ്സിനെല്ലാം എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. ഒന്നാമത്തെ ഷെല്ല്, പിന്നെ ഒന്നാമത്തെ സെന്ററിൽ ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 2 സബ് ഷെല്ല്. ഏതൊക്കെയാ? 2sഉം 2pയും. ഇതെല്ലാം ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഫ്ലൂറിന്റെ കേസിൽ വാലൻസ് ഷെല്ലിൽ 2s ഓർബിറ്റലും 2p ഓർബിറ്റലേ ഉള്ളൂ. പിന്നെ വാലൻസ് ഷെല്ലിൽ ഇതുപോലെ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഫ്ലൂറിൻ ഇല്ല. അപ്പൊ ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ എങ്ങനെയാ? 1s2 പിന്നെ 2s2 2p5. അറ്റോമിക് നമ്പർ എന്താ? 9. 2 4 5 4 5 9 ഇലക്ട്രോൺ ആയി. പിന്നെ അങ്ങോട്ട് വേക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല. അപ്പൊ 2sൽ 2 ഇലക്ട്രോൺ, പിന്നെ 2pയിൽ 5 ഇലക്ട്രോൺ, 3 4 5 ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. പിന്നെ വേക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫ്ലൂറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിനെ പെയർഡ് ആക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ട്? വാലൻസ് ഷെല്ലിൽ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഇല്ലാത്തതുകൊണ്ട്. ഡ്യൂ ടു ദി അബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ ഇൻ ദി വാലൻസ് ഷെൽ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂറിൻ. നമ്മൾ പഠിച്ചു ഏതൊരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആ ഗ്രൂപ്പിലെ ബാക്കി എലമെന്റ്സിൽ നിന്നും വ്യത്യസ്ത സ്വഭാവം കാണിക്കും. അതിനാ പറയുന്നത് അനോമലസ് ബിഹേവിയർ. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്ലൂറിന്റെ അനോമലസ് ബിഹേവിയറിന് കാരണം? അതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. അപ്പൊ സൈസ് ഏറ്റവും കുറവ് ഫ്ലൂറിനാണ്. അപ്പോൾ അനോമലസ് ബിഹേവിയറിന് ഒരു റീസൺ സ്മോൾ സൈസ്.
സൈസ് കുറവായതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തുവാ കൂടുതലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ റീസൺ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ ഫ്ലൂറിന്റെ ബാലൻസ് ഷെല്ലിൽ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഇല്ല. ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും ബാലൻസ് ഷെല്ലിൽ വേക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ ഇൻ ദി ബാലൻസ് ഷെൽ. അതുപോലെ ഫ്ലൂറിൻ മോളിക്യൂളിൽ രണ്ട് ഫ്ലൂറിൻ ആറ്റത്തിന് ഇടയ്ക്കുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ട് ഫ്ലൂറിനും ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ. ഇവിടെ ഇപ്പൊ രണ്ട് ഫ്ലൂറിനും ഈ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്തിരിക്കുക. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി അപ്പൊ നമ്മൾ പറയുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അത് ഫ്ലൂറിന് കുറവാണ്. ബാക്കി താഴോട്ടുള്ള ഹാലോജൻസിനെല്ലാം തന്നെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലാണ്. അപ്പൊ അതാണ് അടുത്ത റീസൺ. അപ്പൊ വാട്ട് ആർ ദ റീസൺ ഫോർ ദി അനോമലസ് ബിഹേവിയർ ഓഫ് ഫ്ലൂറിൻ? സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, absence of vacant d orbital in the valence shell, and low value of bond dissociation enthalpy in fluorine molecule. ഇനി ഫ്ലൂറിൻ ഒരൊറ്റ ഓക്സോ ആസിഡേ ഫോം ചെയ്യുന്നുള്ളൂ, അതായത് ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. എന്താണ് ഇതിന്റെ പേര്? ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. Fluorine forms only one oxo acid, hypofluorous acid. ബാക്കി ഹാലോജൻസുകളെല്ലാം ഒന്നിൽ കൂടുതൽ ഓക്സോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്സോ ആസിഡ്. അതിന്റെ റീസൺ ഫ്ലൂറിന്റെ സ്മോൾ സൈസും അതുകൊണ്ട് തന്നെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും, അതുകൊണ്ട് ഫ്ലൂറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ റീസൺ കൊണ്ടാണ് ഫ്ലൂറിൻ ഒരേ ഒരു ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നത്. ഫ്ലൂറിൻ ഷോസ് only forms only one oxo acid, that is hypofluorous acid, HOF. Other halogens form many oxo acid. This is because of the high electronegativity of fluorine, and the fluorine shows only -1 oxidation state. ഇനി ഹാലോജൻസുകളെല്ലാം തന്നെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അതാതിന്റെ ഹൈഡ്രജൻ ഹാലൈഡുകൾ ഫോം ചെയ്യും. ഇപ്പൊ ഫ്ലൂറിൻ ആണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, പിന്നെ ഹൈഡ്രജൻ ക്ലോറൈഡ്, അടുത്തത് ബ്രോമിൻ ഹൈഡ്രജൻ ബ്രോമൈഡ്, അടുത്തത് അയഡിൻ ആണെങ്കിൽ ഹൈഡ്രജൻ അയഡൈഡ്. അസ്റ്റാറ്റിൻ റേഡിയോ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൽഫ ബീറ്റ ഗാമ റേസിനെ എമിറ്റ് ചെയ്ത് വേറെ എലമെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഓൾ ഹാലോജൻസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഇനി നമ്മൾ താഴോട്ട് വരുന്തോറും നമുക്കറിയാം ആറ്റത്തിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ഫ്ലൂറിൻ ഹൈഡ്രജനും ഫ്ലൂറിനും ഇടയിലുള്ള ബോണ്ടിന്റെ ലെങ്തിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ, പിന്നെ ഫ്ലൂറിൻ. അടുത്ത ക്ലോറിൻ വരുമ്പോൾ ഹൈഡ്രജൻ അതിനേക്കാൾ കൂടുതലാണ് ക്ലോറിന്റെ സൈസ്. അടുത്തത് ഹൈഡ്രജൻ ബ്രോമൈഡ് വരുമ്പോഴോ അതിനേക്കാളും കൂടുതലാണ് ഹൈഡ്രജൻ ബ്രോമൈഡിന്റെ ബ്രോമിന്റെ സൈസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജനും, ഇത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഇത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇത് ഹൈഡ്രജൻ ബ്രോമൈഡ്. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനും ഫ്ലൂറിന്റെ ന്യൂക്ലിയസിനും ഇടയിലുള്ള ലെങ്ത് ഇത്രയും. അതിനേക്കാൾ കൂടിയ ലെങ്ത് ആണ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനും ക്ലോറിന്റെ ന്യൂക്ലിയസിനും ഇടയിൽ. അതിനേക്കാളും കൂടിയ ലെങ്ത് ആണ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനും ബ്രോമിന്റെ ന്യൂക്ലിയസിനും ഇടയിലുള്ള ലെങ്ത്. അപ്പൊ താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടി വരുന്നു. ഫ്ലൂറിനേക്കാൾ സൈസ് കൂടുതൽ ക്ലോറിന്, അതിനേക്കാൾ സൈസ് കൂടുതൽ ബ്രോമിന്. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ബോണ്ടിന്റെ ലെങ്ത് കൂടുന്നു. ബോണ്ടിന്റെ ലെങ്ത് കൂടുമ്പോൾ, ബോണ്ട് എന്ന് പറയുന്ന റബ്ബർ ബാൻഡ് പോലാണ്, ലെങ്ത് കൂടുന്തോറും അതിന്റെ സ്ട്രെങ്ത് കുറയും, പൊട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോഴ് ഹീറ്റ് ചെയ്യുമ്പം സാധാരണ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതിനെ പറഞ്ഞ അഥവാ കൂടുതൽ ഹീറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പറയും, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ ഹീറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പറയും തെർമൽ സ്റ്റെബിലിറ്റി അതിന് കൂടുതലാണെന്ന്. അപ്പൊ ഇവിടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും സൈസ് കൂടുന്നോണ്ട് ബോണ്ട് ലെങ്ത് കൂടുന്നു, ബോണ്ട് സ്ട്രെങ്ത് അപ്പം കുറയുന്നു. അപ്പൊ തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹൈഡ്രജനെ റിലീസ് ചെയ്യാം. H+ റിലീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് എന്താ പറയുക? അസിഡിക് നേച്ചർ.
അപ്പൊ താഴേക്ക് വരുംതോറും ഹൈഡ്രജൻ ഹാലൈഡുകളുടെ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു. ഹൈഡ്രജൻ ഫ്ലൂറൈഡിനേക്കാളും അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ് ഹൈഡ്രജൻ ക്ലോറൈഡിന്, അതിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ ബ്രോമൈഡിന്, അതിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ അയോഡൈഡിന്. ഇതിന്റെ റീസൺ എന്താ? On descending the group from fluorine to iodine, atomic size increases. Therefore, എന്തുകൊണ്ടാ atomic size കൂടുന്നത്? Bond length increases. Therefore, bond strength decreases. ബോണ്ടിന്റെ ലെങ്ത് കൂടുന്നു, ബോണ്ടിന്റെ ബലം കുറയുന്നു. Therefore, thermal stability of bond decreases. ബോണ്ടിന്റെ thermal stability കുറയുന്നു. Therefore, acidic strength increases from hydrogen fluoride to hydrogen iodide. അപ്പം among hydrogen halide, which is the weakest acid, hydrogen fluoride, which is the strongest acid, hydrogen iodide. ഇനി ഹൈഡ്രജൻ ഹാലൈഡുകളിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മാത്രം ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും ഹൈഡ്രജൻ അയോഡൈഡും എല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡില് ഹൈഡ്രജനെ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിനുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഫ്ലൂറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരും. കാരണം രണ്ടിന്റെയും ഇടയിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയർ കൂടുതലും ഫ്ലൂറിന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഈ നെഗറ്റീവ് ചാർജുള്ള ഫ്ലൂറിൻ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളിലെ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജന് മേലെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് പ്രയോഗിക്കും. അതിന്റെ ഫലമായി ഒരു മോളിക്യൂളിലെ നെഗറ്റീവ് ചാർജുള്ള ഫ്ലൂറിനും തൊട്ടടുത്ത മോളിക്യൂളിലെ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ട് നമ്മൾ ഒരു ഡോട്ടഡ് ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ബോണ്ടിനെയാ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്. ഇങ്ങനെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അങ്ങനെ ഈ ഇവിടെ വെച്ച് നിൽക്കുന്നില്ല, ഇങ്ങോട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് ഇപ്പുറത്തെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളുമായിട്ട്. ഇവിടെയുള്ള ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളുമായിട്ട് ഇവിടോട്ടും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് വഴി ധാരാളം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസുകൾ അസോസിയേറ്റ് ചെയ്തിരിക്കും, കൂടിച്ചേർന്നിരിക്കും. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി ഹൈഡ്രജൻ ഹാലൈഡ്സുകളിലെല്ലാം ഇതുപോലെ മോളിക്യൂൾസുകൾക്കിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിന് എന്താ പറയുക? ഇടയിലുള്ള എന്ന അർത്ഥത്തിൽ, മോളിക്യൂൾസിനിടയിലുള്ള എന്ന അർത്ഥത്തിൽ ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെ ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളിലെല്ലാം ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഇവിടെ ഉള്ളത് കൊണ്ടാണ് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിരുന്ന ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയൊന്നും വിശദമാക്കേണ്ട കാര്യമില്ല. വൈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് while other hydrogen halides exist in gaseous state. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മാത്രം ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളെല്ലാം ഗേഷ്യസ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. വൈ എന്ന് ചോദിച്ചാൽ, this is because in case of hydrogen fluoride, intermolecular hydrogen bond is present. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. Whereas it is absent in other hydrogen halides. ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളിലെല്ലാം ഇങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം, നമ്മളിപ്പോ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂളിനെ ബോയിൽ ചെയ്യണമെന്നിരിക്കട്ടെ. ബോയിൽ ചെയ്യുമ്പം ലിക്വിഡ് ഫേസിൽ നിന്ന് അത് ഏത് ഫേസിലേക്ക് പോകും? വേപ്പർ ഫേസിലേക്ക് പോകും അല്ലെ? അങ്ങനെ വേപ്പർ ഫേസിലേക്ക് പോകണമെങ്കിൽ ഈ വേപ്പർ സ്റ്റേറ്റിൽ എങ്ങനെയാ? മോളിക്യൂൾസ് എല്ലാം ദൂരെയാണ്. അപ്പൊ മോളിക്യൂൾസുകൾക്കിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലിക്വിഡ് ഫേസിൽ നിന്നും ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വേപ്പർ ഫേസിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ നമ്മള് ഈ ഹൈഡ്രജൻ ബോണ്ടിനെ കൂടി ബ്രേക്ക് ചെയ്യാൻ എക്സ്ട്രാ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഹൈഡ്രജൻ അതേസമയം ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് എക്സ്ട്രാ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ്
കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ അതർ ഹൈഡ്രജൻ ഹാലൈഡ്സ്. വൈ? എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ദിസ് ഈസ് ഡ്യൂ ടു ദി അസോസിയേഷൻ ഓഫ് മെനി മോളിക്യൂൾസ് ത്രൂ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ധാരാളം മോളിക്യൂൾസുകൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വഴി കൂടിച്ചേർന്നിരിക്കുകയാണ്. Therefore, extra amount of heat energy must be supplied to break the hydrogen bond. അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ കൂടുതലായിട്ട് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഹാലോജൻസ് നല്ല ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? Why are halogens act as strong oxidizing agents? ഇപ്പൊ നമുക്കൊരു ഹാലോജൻ കോമ്പൗണ്ട് എഴുതാം, സോഡിയം ക്ലോറൈഡ്. ഇവിടെ ഇപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യും? സോഡിയത്തിന്റെ ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ക്ലോറിൻ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അതായത് ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസും കൂടെ വേണം? ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 8 × 2 = 10, 18. ആരുടെ കോൺഫിഗറേഷനാ? തൊട്ട് അടുത്തുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള നോബൽ ഗ്യാസ് ആയ ആർഗണിന്റെ കോൺഫിഗറേഷൻ നേടിയെടുക്കും ക്ലോറിൻ. എങ്ങനെയാ? സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ കൂടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോറിൻ Cl- ആവും. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ അപ്പം ലോസ് ചെയ്തു, അപ്പൊ അത് Na+ അയോൺ ആയിട്ട് മാറും. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയാ? ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ സോഡിയത്തിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനാരാ? ക്ലോറിൻ ആണ്. അതുകൊണ്ട് നമ്മൾ ക്ലോറിനെ എന്താ വിളിക്കുക? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തത്? കാരണം ക്ലോറിന്റെ ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ക്ലോറിന് ഒരു ഇലക്ട്രോണും കൂടെ മതി. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാല് ബാലൻസ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ നേടിയെടുക്കാം. എല്ലാ ആറ്റത്തിനും സ്റ്റേബിൾ ആയിട്ടുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ നേടിയെടുക്കാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ലോറിൻ ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തത്. അപ്പം ജനറലി പറഞ്ഞാൽ ഹാലോജൻസ് എല്ലാം തന്നെ സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? Because they have 7 electrons in the valence shell and therefore they have a strong tendency to attain one more electron to attain the configuration of nearest നോബൽ ഗ്യാസ്. അതുകൊണ്ട് അവയുടെ ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോണും കൂടെ നേടിയെടുത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷനിൽ എത്തിച്ചേരാൻ നല്ലൊരു ടെൻഡൻസിയാണ് ഹാലോജൻസിനുള്ളത്. ഇനി ഫ്ലൂറിനും ഓക്സിജനും ചേർന്നുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് എഴുതാം, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്. ഈ കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലൂറിനും ഓക്സിജനും ചേർന്നുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഫ്ലൂറൈഡ്സ് ഓഫ് ഓക്സിജൻ എന്നാണ്. എന്താണ്? ഫ്ലൂറൈഡ്സ് ഓഫ് ഓക്സിജൻ. അല്ലാതെ ഓക്സൈഡ്സ് ഓഫ് ഫ്ലൂറിൻ എന്നല്ല പറയുന്നത്. കാരണം ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് ഓക്സിജന്റേതിനേക്കാളും കൂടുതൽ. കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ആർ നോൺ ആസ് fluorides of oxygen and not oxides of fluorine. Fluorides of oxygen എന്ന് പറയാൻ കാരണം fluorine is more electronegative than oxygen. ഇനി ഈ കോമ്പൗണ്ട് ClO2 ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? അതായത് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. It is used for water treatment. പിന്നെ ടെക്സ്റ്റൈൽസിലും അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലീച്ചിങ് ഏജന്റ് ഇൻ പേപ്പർ പൾപ്പ് ആൻഡ് ടെക്സ്റ്റൈൽസ്. ദീസ് ആർ ദ യൂസസ് ഓഫ് ClO2. എന്തൊക്കെയാണ്? യൂസ്ഡ് ആസ് എ ബ്ലീച്ചിങ് ഏജന്റ് ഇൻ പേപ്പർ പൾപ്പ് ആൻഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ്. ഇനി നമുക്ക് ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് സ്ലേക്കറ്റ് ലൈം? ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് കോൾഡ് സ്ലേക്കറ്റ് ലൈം.
അപ്പൊ സ്ലേക്കറ്റ് ലൈനിൽ കൂടി ഈർപ്പമില്ലാത്ത ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുമ്പോൾ നമുക്ക് CaOCl2, ഇതിന് പറയുന്നത് കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. ഇത് കൂടാതെ കാൽസ്യം ക്ലോറൈഡും വാട്ടറും കിട്ടും. നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോ ഇവിടെ നോക്കിയേ, Cl2 രണ്ടും 4 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 2 ഇട്ടു. അപ്പൊ ഈ 4 ക്ലോറിനായി. റൈറ്റ് സൈഡിൽ 2 കാൽസ്യം ഉണ്ട്. അപ്പൊ ഇവിടെ 2 ആക്കാൻ ഇവിടെ 2 ഇട്ടു. പിന്നെ ഹൈഡ്രജൻ ഇവിടെ H2 അല്ലെ? അല്ല, H2 2 × 2 4 ഉണ്ട് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ 4 ഹൈഡ്രജൻ ആക്കാൻ 2H2 ഇട്ടു. അപ്പം ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ. Bleaching powder is prepared by passing dry chlorine through slaked lime. ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് സ്ലേക്കറ്റ് ലൈമിൽ കൂടി ഈർപ്പമില്ലാത്ത ക്ലോറിനെ കടത്തിവിട്ടാണ്. അപ്പം ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് വൈറ്റ് പൗഡർ ആണ്. യെല്ലോ കളർന്ന വൈറ്റ് പൗഡർ ആണ്. ഇറ്റ് ഈസ് എ ഡിസ്ഇൻഫെക്റ്റന്റ്, ഒരു അണുനാശിനിയാണ്. ഇനി ബ്ലീച്ചിങ് പൗഡറിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇത്രയും കാര്യങ്ങളും ഇതിന്റെ കൂടെ കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? CaOCl2, കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, പിന്നെ സ്ലേക്കറ്റ് ലൈം, CaOH, പിന്നെ 2H2O. This is the composition of bleaching powder. ഇതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ കോമ്പോസിഷൻ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. Composition of bleaching powder is CaOCl2, calcium chloride, calcium hydroxide, 2H2O. അപ്പൊ ഇവിടെ സാധാരണയായിട്ട് ക്ലോറിൻ വാട്ടറിനെ നമ്മൾ കുറച്ചു സമയം വെച്ചിരുന്നാല് അതിന്റെ കളർ നഷ്ടമാകും. It loses its color. എപ്പോഴാണ്? When chlorine water is kept for some time, chlorine water loses its color. Chlorine water എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ക്ലോറിനും ഉണ്ട്, വാട്ടറും ഉണ്ട് അല്ലെ? അപ്പൊ ഇത് രണ്ടും ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഫോം ചെയ്യും. ഇതെന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ്. മനസ്സിലായോ? അപ്പൊ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യും? ഫ്രഷ്ലി പ്രിപ്പയർഡ് ഓക്സിജനെ റിലീസ് ചെയ്യും. അതിനാ പറയുന്നേ. പിന്നെന്താ ഉള്ളത്? ഇതിന് ഓക്സിജൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ HCl. ഇതിനെ നമ്മൾ പറയുന്നത് നേസെന്റ് ഓക്സിജൻ എന്നാണ്. നേസെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂലി ബോൺ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഓക്സിജൻ. എന്നിട്ട് ഈ ഓക്സിജൻ ആണ് കളറുള്ള സബ്സ്റ്റൻസുമായിട്ട് ചേർന്ന്, കളേർഡ് സബ്സ്റ്റൻസുമായിട്ട് ചേർന്ന് ഈ നേസെന്റ് ഓക്സിജൻ ആ കളറുള്ള സബ്സ്റ്റൻസിനെ കളർലെസ് സബ്സ്റ്റൻസ് ആക്കി മാറ്റും. അങ്ങനെയാണ് ക്ലോറിൻ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, കളറുള്ള സബ്സ്റ്റൻസുമായിട്ട് ഓക്സിജൻ ചേരുന്ന പ്രോസസ്സിനാ പറയുന്നത് ഓക്സിഡേഷൻ. അപ്പം ക്ലോറിൻ ബ്ലീച്ച് ചെയ്യുന്നത് ഓക്സിഡേഷൻ വഴിയാണ്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയാ? ഓക്സിഡേഷൻ. അപ്പൊ ക്ലോറിൻ വാട്ടറിനെ കുറച്ചു സമയം വെച്ചിരുന്നാൽ അതിന്റെ കളർ നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ലൂസസ് ഇറ്റ്സ് കളർ വെൻ ക്ലോറിൻ വാട്ടർ ഈസ് കെപ്റ്റ് ഫോർ സം ടൈം. എന്തുകൊണ്ടാ? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. Hypochlorous acid decomposes to give nascent oxygen. This nascent oxygen combines with colored substance to form colorless substance. Thus, bleaching by chlorine is by chlorine bleaches substances by oxidation. Chlorine oxidation വഴിയാണ് സബ്സ്റ്റൻസിനെ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, സൾഫർ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ റിഡക്ഷൻ വഴിയാണ് സബ്സ്റ്റൻസിനെ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പൊ റിഡക്ഷൻ വഴി ബ്ലീച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബ്ലീച്ച് ചെയ്തതിനു ശേഷം അന്തരീക്ഷത്തിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിരുന്നാൽ, തുറന്നു വെച്ചിരുന്നാൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ഈ ബ്ലീച്ചിങ്ങിന് വിധേയമായ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്യും. അപ്പൊ അത് ഓക്സിഡേഷൻ നടന്നില്ലേ? ആദ്യം ക്ലോറിൻ റിഡക്ഷൻ വഴി ബ്ലീച്ച് ചെയ്തു,
അത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സിഡേഷൻ നടന്നു. അപ്പൊ അത് അതിന്റെ ഒറിജിനൽ കളർ നേടിയെടുക്കും. ഇറ്റ് റിഗൈൻസ് ഇറ്റ്സ് ഒറിജിനൽ കളർ. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് കളറുള്ള ഫ്ലവേഴ്സിനെല്ലാം കളർ ഉണ്ടല്ലോ. when flowers are bleached by chlorine, it becomes the bleaching is permanent. The bleaching of flowers by chlorine is permanent, while sulfur dioxide bleaches ടെമ്പറലി. കുറച്ച് സമയത്തേക്ക് മാത്രമേ ബ്ലീച്ചിങ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ക്ലോറിൻ ബ്ലീച്ചസ് ബൈ ഓക്സിഡേഷൻ. ക്ലോറിന് ഓക്സിഡേഷൻ വഴിയാണ് ബ്ലീച്ച് ചെയ്യുന്നത്. വൈൽ സൾഫർ ഡയോക്സൈഡ് ബ്ലീച്ചസ് ബൈ റിഡക്ഷൻ. Therefore, the reduced substance again combines with oxygen of atmosphere to regain its original color. അങ്ങനെ അത് അതിന്റെ ഒറിജിനൽ കളറ് വീണ്ടും നേടിയെടുക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ത്രൂ സെലക്ടഡ് ലൈൻ. കോമ്പോസിഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് എങ്ങനെയാ? CaOCl2, കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, twice H2O. പിന്നെ when chlorine water is kept for some time, it loses its color due to the formation of hydrochloric acid and hypochlorous acid. Hypochlorous acid decomposes to form nascent oxygen, and this nascent oxygen combines with the colored substance to form colorless substance. And bleaching of flowers by chlorine is permanent, while sulfur dioxide bleaches by reduction. This is because chlorine bleaches by oxidation. പിന്നെ ഫർദർ ചേഞ്ച് ഒന്നും പോസിബിൾ അല്ല. വൈൽ സൾഫർ ഡയോക്സൈഡ് ബ്ലീച്ചസ് ബൈ റിഡക്ഷൻ. ആൻഡ് ദിസ് ബ്ലീച്ച്ഡ് സബ്സ്റ്റൻസ് കമ്പൈൻസ് വിത്ത് ദ ഓക്സിജൻ ഓഫ് അറ്റ്മോസ്ഫിയർ ടു റിഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കളർ. അതുകൊണ്ട് അത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് അതിന്റെ ആദ്യത്തെ കളർ വീണ്ടും നേടിയെടുക്കും. അതുകൊണ്ട് ബ്ലീച്ചിങ് ബൈ സൾഫർ ഡയോക്സൈഡ് ഈസ് ടെമ്പററി. പിന്നെ ക്ലോറിൻ ഗ്യാസ് അടങ്ങിയിട്ടുള്ള ചില പോയിസണസ് ഗ്യാസസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോറിൻ ഗ്യാസ് ആർ ഫോസ്ജീൻ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അതായത് കാർബണൈൽ ക്ലോറൈഡ്. അതുപോലെ നമ്മള് ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലീസ് തണ്ണീർ വാതകം ഒഴിച്ചെന്നൊക്കെ കേൾക്കത്തില്ലേ? അതായത് ടിയർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CCl3NO2. ഇതാ ഇതിലും ക്ലോറിൻ ഉണ്ട്, ഇതിലും ക്ലോറിൻ ഉണ്ട്. അതുപോലെ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ രണ്ട് CH2 ബോണ്ടും പിന്നെ അതിനിടയ്ക്ക് ഒരു സൾഫറും ഇവിടെ ഒരു CH2 അതിന്റെ അപ്പുറവും ഇപ്പുറവും Cl. ഇതെല്ലാം ക്ലോറിൻ കണ്ടെയ്നിങ് പോയിസണസ് ഗ്യാസസ് ആണ്. ക്ലോറിൻ ഉൾക്കൊള്ളുന്ന പോയിസണസ് ഗ്യാസസ്. ഫോസ്ജൈൻ കാർബണൈൽ ക്ലോറൈഡ്, ടിയർ ഗ്യാസ് CCl3NO2, മസ്റ്റാർഡ് ഗ്യാസ് CH2 CH2Cl. അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഓരോ Cl, പിന്നെ ഒരു CH2 നടുക്ക് രണ്ട് CH2ന്റെ നടുക്ക് ഒരു സൾഫർ ആറ്റം. ദീസ് ആർ poisonous gases produced by chlorine gas. ഇനി നമുക്ക് അക്വാറീജിയ, രാജകീയ ദ്രാവകം പഠിച്ചിട്ടുള്ളതാ. അതിനെ കുറിച്ച് പഠിക്കാം. അതായത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും 3:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 ml ആണെങ്കിൽ നൈട്രിക് ആസിഡ് 1 ml. ആ രീതിയിൽ മിക്സ് ചെയ്യുന്ന ആ മിശ്രിതത്തെ പറയുന്നത് രാജകീയ ദ്രാവകം, അക്വാറീജിയ. അത് നോബിൾ മെറ്റൽസ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ്, അതായത് ഗോൾഡ്, പ്ലാറ്റിനം, അങ്ങനത്തെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാനായിട്ടാണ് അക്വാറീജിയ ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ യൂസ്. So what is aquaregia? Mixture of concentrated hydrochloric acid and concentrated nitric acid in the ratio 3:1 is called aquaregia. What is its use? It is used for dissolving noble metals like gold, platinum, etc. ഇനി നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിനെ കുറിച്ച് പഠിക്കാം. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഫോർമുല എന്താ? HCl.
ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അക്വസ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് കോൾഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എത്ര മോളിക്യൂൾ ഹൈഡ്രജൻ ക്ലോറൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എത്ര മോളിക്യൂൾ ഹൈഡ്രജൻ ക്ലോറൈഡിനെ ആണോ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് അത് മുഴുവനും കംപ്ലീറ്റ് ഡിസോസിയേഷന് വിധേയമായി H+ അയോണും Cl- അയോണുമായിട്ട് മാറും. അങ്ങനെ കംപ്ലീറ്റ് ഡിസോസിയേഷന് വിധേയമാവുന്ന സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ സ്ട്രോങ് ആസിഡ് എന്ന് പറയും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ്. അതുപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് അമോണിയ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിന്റെ ഭാഗത്തായിട്ട് അമോണിയയിൽ മുക്കിയ ഒരു ഗ്ലാസ് ദണ്ട് കാണിക്കുവാണെങ്കിൽ കട്ടിയുള്ള വെള്ള പുക വരുമെന്ന്. അതെന്താ? അമോണിയം ക്ലോറൈഡ്. ഇത് തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ NH3 HCl കൂടെ ചേരുമ്പോൾ NH4Cl. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അമോണിയ ടു ഫോം ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഓഫ് അമോണിയം ക്ലോറൈഡ്. അതുപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് അയണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫൈൻലി ഡിവൈഡഡ് അയൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച അയണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫെറസ് ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അത് അല്ലാതെ ഫെറിക് ക്ലോറൈഡ് ഫോം ചെയ്യുന്നില്ല. ഇതിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? ക്ലോറിന്റെ നമുക്കറിയാം -1. അപ്പം ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. 3 ക്ലോറിനും കൂടി 3 ഇലക്ട്രോണിനെ വേണം. ആ 3 ഇലക്ട്രോണിനെ കൊടുക്കുന്നത് അയണാണ്. അതുകൊണ്ട് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇവിടെ 2 ക്ലോറിനേ ഉള്ളൂ. അപ്പൊ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ വീതം 2 ക്ലോറിന് 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നത് അയണാണ്. അപ്പൊ ഇവിടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെങ്കിൽ നമ്മൾ പറയും ഫെറസ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അയണെങ്കിൽ നമ്മൾ പറയും ഫെറിക്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ H2 ആണ്, അവിടെ 2HCl എന്ന് എഴുതി. ക്ലോറിൻ 2, ഇവിടെയും ക്ലോറിൻ 2. അപ്പം when hydrogen chloride reacts with a finely powdered iron, ferrous chloride is obtained. ഹൈഡ്രജൻ ക്ലോറൈഡ് ഫൈൻലി പൗഡേർഡ് അയണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഫെറസ് ക്ലോറൈഡ് ആണ് ആൻഡ് നോട്ട് ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡ് അല്ല കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസ് കൂടെ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അത് പിന്നെ ഫർദർ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യും. H+2 എന്നുള്ളത് +3 ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യും ഹൈഡ്രജൻ ഗ്യാസ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് reaction between chlorine and sodium hydroxide. അതായത് ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറേറ്റും വാട്ടറും ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് എല്ലായിടത്തെ ആറ്റംസ് ഒരുപോലെ ആക്കണം. ഞാനിവിടെ 3Cl2 ഇട്ടാൽ ഇത് 6 ക്ലോറിൻ ഈ സൈഡിലുണ്ട്. അപ്പൊ ഇവിടെയും 6 ക്ലോറിൻ ആക്കണം. അതിനുവേണ്ടി ഇവിടെ 5 ഇട്ടാല് 5 ക്ലോറിനും ഇവിടുത്തെ ഒരു ക്ലോറിനൂടെ 6 ക്ലോറിനായി. പക്ഷെ അപ്പൊ സോഡിയം റൈറ്റ് സൈഡിൽ എത്രയായി? 5 സോഡിയം 1 സോഡിയം 6 സോഡിയം. അപ്പൊ ഇവിടെ നമുക്ക് 6 ഇടാം. അപ്പൊ ഇവിടെ 6 സോഡിയമായി. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ എത്രയായി? 6 ഹൈഡ്രജൻ. അപ്പൊ ഇവിടെയും 6 ഹൈഡ്രജൻ ആക്കാൻ ഇവിടെ 3H2. അപ്പൊ സോഡിയം ഒരേപോലായി, ക്ലോറിൻ ഒരുപോലായി. ഓക്സിജൻ നോക്കാം, 6 ഓക്സിജൻ. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 6 ഓക്സിജൻ. അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി ഇതിന്റെ കൂടെ ഈസ് ദിസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഇത്. ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണോ? എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു കോമ്പൗണ്ടിൽ കൂടുതലും എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ എന്താ പറയുക? ഓക്സിഡേഷൻ.
അല്ലെ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിന് പറയുന്ന ഓക്സിഡേഷൻ, കുറയുന്നതിന് പറയുന്ന റിഡക്ഷൻ. ദാറ്റ് ഈസ് an element in one oxidation state is simultaneously oxidized and reduced. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷനും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് റിഡക്ഷനും. അപ്പൊ ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഓക്സിജൻ ക്ലോറിന്റെ നോക്കാം. ക്ലോറിൻ ഇവിടെ Cl 0, മോളിക്യൂൾ ആയിട്ട് വരുമ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. സോഡിയം ക്ലോറൈഡിലോ സോഡിയത്തിന്റെ +1 ക്ലോറിന്റെ -1. ഇനി NaClO3 നമുക്കറിയാം ഓക്സിജന്റെ -2 ആണ്, സോഡിയത്തിന്റെ +1 ആണ്. അപ്പൊ ക്ലോറിന്റെ എത്ര വരും? ഒരു ഓക്സിജന്റെ ആണ് -2, 3 ഓക്സിജന്റെയും കൂടെ -2 × 3 -6. സോഡിയത്തിന്റെ +1 നെറ്റ് എത്രയാ? -5. ഒരു കോമ്പൗണ്ടിൽ എല്ലാ ആറ്റംസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സം എപ്പോഴും 0 ആവണം. അപ്പൊ ഇവിടെ സോഡിയത്തിന്റെയും ഓക്സിജന്റെയും കൂടെ -5 ആണ്. അപ്പൊ ക്ലോറിന്റെ +5 ആയാൽ 0 ആവും. അപ്പൊ നോക്കിയേ, ഈ കോമ്പൗണ്ടിൽ ക്ലോറിൻ, ഈ റിയാക്ഷന്റെ ഫലമായി ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്ന് ഒരു കോമ്പൗണ്ടിൽ കുറഞ്ഞു, 0 -1 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ സംഭവിച്ചു. അടുത്ത കോമ്പൗണ്ടിലോ 0 എന്നുള്ളത് +5 ആയിട്ട് മാറി. 0 +5 ആവുന്നത് 5 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ ക്ലോറിൻ in one compound it is reduced in one compound and oxidized in another compound. Therefore this is a disproportionation reaction. എന്തുകൊണ്ടാണ്? Because oxidation number of chlorine changes from 0 to -1 in one compound and +5 in the another compound. Hence this is a disproportionation reaction. ഇനി നമുക്ക് ക്ലോറിന്റെ കുറച്ച് ഓക്സോ ആസിഡുകളുടെ സ്ട്രക്ചർ പഠിക്കാം. ഒന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും, HOCl. ഇതാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. രണ്ടാമത്തെ ഓക്സോ ആസിഡ് ഓഫ് ക്ലോറിൻ ആണ് ക്ലോറിക് ആസിഡ്, ക്ലോറസ് ആസിഡ്. ഒന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ്, അടുത്തത് ക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിജനും കൂടെ വരും. ഓക്സിജൻ ഡബിൾ ബോണ്ടല്ലേ ഫോം ചെയ്യുന്നത്. അടുത്ത ഓക്സോ ആസിഡ് ആണ് ക്ലോറിക് ആസിഡ്. ക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറസ് ആസിഡിന്റെ കൂടെ ഒരു ഓക്സിജനും കൂടെ വരും. അടുത്ത ക്ലോറിന്റെ ഓക്സോ ആസിഡ് ആണ് പെർക്ലോറിക് ആസിഡ്. എന്താണ്? പെർക്ലോറിക് ആസിഡ്. അവിടെ ഒരു ഓക്സിജനും കൂടെ വരും. ഇതാണ് ഹൈഡ്രജൻ ക്ലോറിന്റെ ഓക്സോ ആസിഡുകളുടെ സ്ട്രക്ചർ. അതായത് ഇവിടെ മാത്രം HOCl ആണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ്, ക്ലോറസ് ആസിഡ് ആണെങ്കിൽ ഒരു ഓക്സിജനും കൂടെ, പിന്നെ ക്ലോറിക് ആസിഡ് ആണെങ്കിൽ 2 ഓക്സിജൻ, പെർക്ലോറിക് ആസിഡ് ആണെങ്കിൽ 3 ഓക്സിജൻ. ആ രീതിയിൽ പിടിക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, NCl3 gets readily hydrolyzed while NF3 does not. Why? അതായത് നൈട്രജൻ ട്രൈക്ലോറൈഡിനെ പെട്ടെന്ന് ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റും, അതേസമയം നൈട്രജൻ ട്രൈഫ്ലൂറൈഡിനെ അങ്ങനെ സാധ്യമല്ല. എന്തുകൊണ്ട്? കാരണം നൈട്രജൻ ട്രൈക്ലോറൈഡിൽ ക്ലോറിന്റെ വാലൻസ് ഷെല്ലിൽ വേക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. അപ്പം ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ വാട്ടറിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആ വേക്കന്റ് ഡി ഓർബിറ്റലിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം NF3യിൽ ഫ്ലൂറിന്റെ വാലൻസ് ഷെല്ലിൽ വേക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് വാട്ടർ മോളിക്യൂളിലെ ഓക്സിജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് NF3 ഹൈഡ്രോളിസിസിന് വിധേയമാവുന്നില്ല. അപ്പം in NCl3 chlorine has lone vacant d orbital in its valence shell to accommodate the lone pair of electrons donated by water molecule.
while in NF3, fluorine has no vacant d orbital in its balanced shell to accommodate the lone pair of electrons donated by water molecules. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഹീറ്റ് ചെയ്യുമ്പോൾ സബ്ലൈം ചെയ്യുന്ന ഹാലോജൻ എക്സാമ്പിൾ ഏതാണ്? സബ്ലിമേഷൻ. സബ്ലൈം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവുക, വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ഇന്റർമീഡിയറ്റ് ലിക്വിഡ് ഫേസ്. അങ്ങനെ സബ്ലൈം ചെയ്യുന്ന ഹാലോജൻ എക്സാമ്പിൾ ആണ് അയോഡിൻ. ഇനി നമ്മള് ഇതിന്റെ ഓരോന്നിന്റെ യൂസസ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഹാലോജൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഫ്രിയോൺ. ഫ്രിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈക്ലോറോ, ഡൈഫ്ലൂറോ, മീഥേൻ, CF2Cl2. അത് റെഫ്രിജറന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. DDT, ഡൈക്ലോറോ, ഡൈഫിനൈൽ, ട്രൈക്ലോറോ, ഈഥേൻ അല്ലേ? അതിലെ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. അത് ഇൻസെക്ടിസൈഡ് ആയിട്ട്, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറിൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ, അഗ്നിശമനിയിൽ ഉപയോഗിക്കുന്നു. CHI3 എന്ന് പറഞ്ഞാൽ എന്താ? അയഡോഫോം, അത് ഹാലോഫോം റിയാക്ഷൻ ഉപയോഗിക്കുന്നു. ഈ യൂസസ് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹാലോജൻസ് തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ്. ഹാലോജൻസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു ഫോം കോമ്പൗണ്ട്സ് നോൺ ആസ് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. അത് ജനറൽ ആയിട്ട് 4 ഫോമിലുണ്ട്. ദേ ആർ ഓഫ് 4 ടൈപ്സ്: AX, AX3, AX5 and AX7. അതായത് A ഒരു ഹാലോജൻ ആണ്, X വേറൊരു ഹാലോജൻ ആണ്. A and X are halogens. പിന്നെ നമ്മളിപ്പോ ഏതൊരു കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുമ്പോൾ സൈസ് കൂടിയ എലമെന്റിനെയാണ് ആദ്യം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപോസിറ്റ് സൈസ് കൂടുന്തോറും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാ. ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ ആണ്. അപ്പൊ മോർ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ആദ്യം എഴുതുന്നത്. സൈസ് കുറഞ്ഞ ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കുറഞ്ഞ, സൈസ് കുറയുമ്പോൾ ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കുറയും, അത് രണ്ടാമത് എഴുതുന്നത്. അതുകൊണ്ട് ആ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല എങ്ങനെ വന്നത്? NaCl, അല്ലാതെ തിരിച്ചെഴുതത്തില്ലല്ലോ. അതുപോലെ ഇവിടെ എയും എക്സും ഡിഫറെന്റ് ഹാലോജൻസ് ആണ്. A is a halogen of larger size and more electropositive than X. എക്സിനേക്കാളും സൈസ് കൂടുതലുമാണ് എക്ക്, അതിന്റെ ഇലക്ട്രോപോസിറ്റീവ് നേച്ചറും കൂടുതലാണ്. അപ്പൊ നമുക്ക് ആദ്യം താഴോട്ട് വരുന്തോറും എങ്ങനെയാ? സൈസ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ AX ഫോമിലുള്ള ഫോമുല എഴുതിയാൽ എങ്ങനെയാ? സൈസ് കൂടിയത്. ഇപ്പൊ ക്ലോറിനും ഫ്ലൂറിനൂടെ ചേർന്നുള്ള ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട് എഴുതുന്നെങ്കിൽ ആദ്യം ഏത് എഴുതും? സൈസ് കൂടിയ ക്ലോറിൻ. അപ്പൊ ClF. അടുത്ത ഏതാ? ഇത് രണ്ടും കൂടെ ചേർന്നാണെങ്കിൽ ClF, പിന്നെ BrF, ബ്രോമിനും ഫ്ലൂറിനും കൂടെ ചേർന്നാണെങ്കിൽ സൈസ് കൂടിയ ബ്രോമിൻ ആദ്യം എഴുതും. പിന്നെ ഐഡിനും ഫ്ലൂറിനും കൂടെ ആണ് IF. അടുത്തത് ഫ്ലൂറിന്റെ കഴിഞ്ഞു. ഇനി ക്ലോറിനും ഹാലോജൻ, ബാക്കി ഹാലോജനോടെ ചേർന്നാണെങ്കിലോ ക്ലോറിനും ബ്രോമിനോടാണ് സൈസ് കൂടിയ ബ്രോമിൻ ആദ്യം എഴുതും BrCl. ഐഡിനും ക്ലോറിനോടാണെങ്കിലോ സൈസ് കൂടിയ ഐഡിൻ ആദ്യം എഴുതും ICl. അടുത്തത് ബ്രോമിനും ഐഡിനോട് ചേർന്നുള്ള കോമ്പൗണ്ട് ആണെങ്കിലോ ആദ്യം എഴുതുന്നത് സൈസ് കൂടിയ ഐഡിൻ, അതിനുശേഷം IBr. അതുപോലെ AX3 ഫോമിലുള്ള ആണെങ്കിലോ ഇത് തന്നെ ClF3, BrF3, IF3, BrCl3, പിന്നെ ICl3 എക്സെട്ര. അടുത്തത് AX5 ആണെങ്കിലോ ClF5, BrF5, IF5 എക്സെട്ര. അടുത്തത് AX7 ഫോമിലാണെങ്കിലോ IF7. ഇതൊക്കെയാണ് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഹാലോജൻ ഇടയ്ക്കുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ഹാലോജൻ, എക്സ്രസും ഒരേ ടൈപ്പ് ഹാലോജനാ. ആ ബോണ്ടിനേക്കാളും ഒന്നുകൂടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ബോണ്ടാണ് ഡിഫറെന്റ് ഹാലോജൻ ഇടയ്ക്കുള്ള ബോണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പം റിയാക്ടിവിറ്റി കൂടും. ഏതൊരു കോമ്പൗണ്ടും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആ ആറ്റംസിനിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സിന്റെ റിയാക്ടിവിറ്റി ഹാലോജൻസിനേക്കാളും കൂടുതലാണ്.
Interhalogen compounds are more reactive than halogens. എന്തുകൊണ്ടാണ്? Because AX bond is weaker than XS bond. ഈ ബോണ്ടിനേക്കാളും വീക്കാണ് ഈ ബോണ്ട്. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ICl ഈസ് മോർ റിയാക്റ്റീവ് ദാൻ I2. അയഡിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് IClന്. കാരണം എന്താ? ICl ബോണ്ട് ഈസ് വീക്കർ ദാൻ I ബോണ്ട്. അയഡിൻ ആറ്റംസിനിടയിലുള്ള ബോണ്ടിനേക്കാളും വീക്കാണ് ICl ബോണ്ട്. ഓർത്തിരിക്കുമല്ലോ. അപ്പൊ ഇന്റർഹാലോജൻ കോമ്പൗണ്ട്സ് എന്താണ്? ഹാലോജൻസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു ഫോം കോമ്പൗണ്ട്സ് നോൺ ആസ് ഇന്റർഹാലോജൻ കോമ്പൗണ്ട്. They are of 4 types: AX, AX3, AX5 and AX7. A and X are different halogens. A is a halogen of larger size and than that of X, and A is more electropositive than X. പിന്നെ അതിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? സൈസ് കൂടിയ ഹാലോജൻ ആദ്യം എഴുതണം. താഴേക്ക് വരുന്തോറും സൈസ് കൂടിയാണ് വരുന്നത്. അപ്പൊ താഴെയുള്ള ഹാലോജൻ ആദ്യം എഴുതണം. രണ്ടാമത് എഴുതുന്നത് മേളിലുള്ള ഹാലോജൻ ആയിരിക്കണം. പിന്നെ ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലോജൻസ് ബിക്കോസ് AX bond is weaker than XS bond. Hence, example, ICl is more reactive than I2. The shapes of interhalogen compounds. Interhalogen compounds in the shape. ആദ്യത്തെ ടൈപ്പ് AX അല്ലേ? അപ്പൊ അതിന്റെ ഷേപ്പ് ലീനിയർ ആണ്, നീളത്തിൽ കിടക്കുക. ഇതാണ് ഷേപ്പ് ലീനിയർ. അപ്പൊ ഇവിടെ നമ്മള് സെൻട്രൽ ആറ്റത്തിന്റെ ആണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം സെന്റർ എന്ന് പറയാനില്ല, രണ്ടും ഓരോ ആറ്റമേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ഹാലോജന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7. അതിൽ ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ഇനിയും പങ്കെടുക്കാത്ത 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ പെയർസിന് പറയുന്നത് ലോൺ പെയർ. അപ്പൊ 3 ലോൺ പെയർസ് ഉണ്ട് AX ടൈപ്പില്. അടുത്തത് AX3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ AX3 എന്ന് പറഞ്ഞാല് ഇവിടെ ഇതാണ് AX3 എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കുറച്ച് ബെൻഡ് ചെയ്തു. ഈ രണ്ട് സൈഡ് ബെൻഡ് ചെയ്യുമ്പോ അതിങ്ങനെ ആവത്തില്ലേ? അതിന് പറയുന്നത് ബെൻഡ് T ഷേപ്പ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് T ഷേപ്പ്. അപ്പൊ ഇവിടെ സെൻട്രൽ ആറ്റമായ എയിലെ ബാലൻസ് ഷെല്ലിലെ എ എന്ന ഹാലോജന്റെ ബാലൻസ് ഷെല്ലിലെ എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഉപയോഗിച്ചു? ഈ ബോണ്ടിന് വേണ്ടി 1, ഇതിനു വേണ്ടി 1, ഇതിനു വേണ്ടി 1, 3 ഇലക്ട്രോൺ. ഇനി എത്ര ഉണ്ട് ബാലൻസ് ഷെല്ലിൽ? 7ൽ നിന്ന് 3 പോയാൽ 4 എന്ന് പറഞ്ഞാൽ എത്ര ലോൺ പെയർസ് ഉണ്ട്? 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് AX3യുടെ സ്ട്രക്ചർ, ബെൻഡ് T ഷേപ്പ്. അടുത്ത ഫോം ഏതാ? AX-ന് ലീനിയർ, AX3ക്ക് ബെൻഡ് T ഷേപ്പ്. അടുത്ത ഏത് ടൈപ്പാ? AX5. അതിന് അതായത് ഒരു സ്ക്വയർ ഷേപ്പും നടുക്ക് AX, ഇവിടെ X 4X ആയി, 5ാമത്തെ X ഇവിടെ. പിന്നെ അപ്പൊ നോക്കിയേ, സ്ക്വയർ പിരമിഡൽ. എന്താണ് ഇതിന്റെ സ്ട്രക്ചർ? സ്ക്വയർ പിരമിഡൽ. ഇവിടെ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? എ എന്ന് പറയുന്ന ഹാലോജന്റെ ബാലൻസ് ഷെല്ലിലെ എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഉപയോഗിച്ചു? 1, 2, 3, 4, 5 ഇലക്ട്രോൺ. ഇനി 7ൽ നിന്ന് 5 പോയാൽ 1 ലോൺ പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇനി ഇതാണ്. അപ്പൊ AX5യുടെ ജോമെട്രി എന്താ? സ്ക്വയർ പിരമിഡൽ. അടുത്തത് ഏതാ? അടുത്തത് AX7. അതായത് ഇതിന്റെ സ്ട്രക്ചർ ഇതേതാ? 5 സൈഡുള്ള സ്ട്രക്ചർ പെന്റഗൺ. നടുക്ക് A, ഇങ്ങോട്ട് X, മേളിലോട്ട് ഒരു പിരമിഡ്, താഴോട്ട് ഒരു പിരമിഡ്. അപ്പൊ 7X ആയല്ലോ. എയുടെ ബാലൻസ് ഷെല്ലില് 7 ഇലക്ട്രോണും 7 ബോണ്ടിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ജോമെട്രിയുടെ പേരെന്താണ്? 5 സൈഡുള്ള സ്പേസിന് ഫിഗർ നമ്മൾ പറയുന്നത് പെന്റഗണൽ. പെന്റഗണൽ. പിന്നെ 2 പിരമിഡും. ഇപ്പം ബൈ പിരമിഡ്. തൊട്ട് മുന്നേ പഠിച്ച എന്തായിരുന്നു?
സ്ക്വയറും ഒരു പിരമിഡും, സ്ക്വയർ പിരമിഡ്. അപ്പം AXന്റെ ജോമെട്രി, ഇവിടെ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒന്നുമില്ല, നോൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. AX ലീനിയർ, AX3 എന്തുവാ ബെൻഡ് ടി ഷേപ്പ്, AX5 സ്ക്വയർ പിരമിഡൽ, AX7 പെന്റഗണൽ ബൈ പിരമിഡൽ. ഇനി ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.